ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ തോരൻ കറി നമ്മൾ സോയാബോൾ കൊണ്ട് ഒരു തോരനാണ് വെക്കുന്നത്. അതിനായിട്ട് നമ്മൾ കുറച്ച് സോയാബോളാണ് എടുത്തിട്ടുള്ളൂ. ഒരു 5-10 സോയാബോൾ എടുത്തിട്ടുള്ളൂ. അത് നന്നായിട്ട് നമ്മൾ വേവിച്ച് എടുത്ത് അത് നമ്മൾ സവോള എണ്ണയൊക്കെ നന്നായിട്ട് വാട്ടിയെടുത്തു. അത് നമ്മൾ കടുക് താളിച്ച് സവോള ഇട്ട് കൊടുത്തു. അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് മുളക് പൊടി ഒന്ന് മൂപ്പിച്ചെടുത്തു. അപ്പം ആ മുളക് പൊടി നന്നായിട്ട് മൂത്ത് വന്നപ്പോഴേക്കും നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സോയാബോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. സവോളയിൽ അപ്പോൾ സവോള നന്നായിട്ട് മൂത്ത് വാടി കെട്ടി പച്ചമുളകിൻ്റെ മുളകിൻ്റെ കളറൊക്കെ ഒന്ന് മാറിക്കിട്ട് ബ്രൗൺ കളറ് ആയി. ഈ സമയം നമ്മുടെ സോയാബോൾ നമ്മൾ വേവിച്ച് വെച്ചതുകൊണ്ട് നമുക്കത് വേവേണ്ട കാര്യമില്ല. ഞാൻ ഉപ്പിട്ടാണ് വേവിച്ചത്. ഉപ്പിട്ടായിരുന്നു വേവിച്ചത്. നമുക്കിത് ഇങ്ങനെ തോരൻ പോലെ വേണമെങ്കിൽ എടുക്കാം. അപ്പം നന്നായിട്ട് എണ്ണ ഒഴിച്ച് നമ്മൾ സവോള മുളക് പൊടിയും കൂടെ വഴറ്റിയെടുക്കും. ആ വഴറ്റിയെടുത്തതിലേക്ക് നമ്മൾ നന്നായിട്ട് വേവിച്ച് 2-3 സോയാബോൾ നന്നായിട്ട് വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കണം. നമ്മൾ ഉപ്പും ചേർത്ത് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു 2-3 വട്ടം പച്ചവെള്ളത്തിൽ നമ്മൾ കഴുകി നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സവോള കടുക് താളിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്താൽ നമുക്കൊരു തോരൻ പോലെ നമുക്ക് ഈ സോയാബോൾ ഉപയോഗിക്കുന്നത്. ഞാൻ സോയാബോൾ ഒരു തോരനുമാക്കി നമ്മുടെ തക്കാളി കൊണ്ട് ഒരു ചാറും വെച്ച് കൂട്ടാം. പിന്നെ നമുക്ക് പപ്പടമുണ്ട്. ഇത്രയാണ് നമ്മുടെ ഉച്ചക്കത്തെ ഊണിനുള്ള വിഭവങ്ങൾ. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഇത് ചെയ്ത് നോക്കിയിട്ട് കമന്റ് അറിയിക്കണേ. താങ്ക് യു.